നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെങ്കൽ ക്വാറിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം. കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് വെളിഞ്ചയിൽ ശക്തമായ ചുഴലിക്കാറ്റ്. സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. ടൈപ്പ് റൈറ്റിംഗ് തൊഴിലിനെ ജീവിതതാളമാക്കി കുമ്പള സ്വദേശി ശ്യാമഭട്ട്. കോടതി കാര്യങ്ങളിലുള്ളത് മികച്ച പ്രാവീണ്യം. 71 വയസ്സിലും കർമ്മനിരതൻ. തൃക്കരിപ്പൂരിൽ പട്ടേൽ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനവും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടത്തി. സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി ഉദ്ഘാടനം ചെയ്തു. സുവർണ ജൂബിലി ആഘോഷം. ചിന്മയ യുവകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ PSC പരിശീലന ക്യാമ്പ് തുടങ്ങി. NA നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചെങ്കൽ ക്വാറിയുടെ പ്രശ്നങ്ങൾക്ക് നാളിതുവരെയായി യാതൊരു പരിഹാരവും കാണാത്തതിൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി സൂചനാ സമരം നടത്തി. കാസർഗോഡ് നടന്ന കളക്ട്രേറ്റ് മാർച്ചിലും ധർണയിലും പ്രതിഷേധമിരമ്പി. പതിച്ചു നൽകിയ ഭൂമിയിൽ പെർമിറ്റ് അനുവദിക്കുക, പിടിക്കപ്പെടുന്ന വണ്ടികൾ തൽക്ഷണം പിഴ ചുമത്തി വിട്ടു നൽകുക, 75,000 രൂപയുണ്ടായിരുന്ന റോയാലിറ്റി 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത് പുനഃപരിശോധിക്കുക, ചെങ്കൽ മേഖലയിലെ തൊഴിലുടമകളെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി സൂചനാ സമരം നടത്തിയത്. കാസർഗോഡ് നടന്ന കളക്ട്രേറ്റ് മാർച്ചിലും ധർണയിലും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ധർണാ സമരം സംസ്ഥാന പ്രസിഡന്റ് K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖല തകർന്നാൽ ഈ മേഖലയാകെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരനായ തൊഴിലാളികൾ, ഏറ്റവും താഴെക്കടയിലെ ആൾക്കാർ, അവരാണ് ബുദ്ധിമുട്ടുക. അത് മേലെക്കടയിൽ അവർ അറിയുന്നില്ല. അത് ഈ എഴുതുന്ന IAS ആൾക്കാരും ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ സമരം, അതിനും കൂടിയാണ് ഈ സമരം. അങ്ങനെ ഈ മേഖലയെ അടിച്ചമർത്തുന്നതിനെതിരെ, ഈ രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെതിരെ ശക്തമായി 14 ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൽ. ഈ ഒരു കൊല്ലത്തിന് 3 മാസത്തിനിടയ്ക്ക് 100 കണക്കിന് ആൾക്കാർ ഓരോ ജില്ലയിൽ നിന്നും ഫൈനിന് അടിമയായിട്ടുണ്ട്. എല്ലാ ഓഫീസും കെട്ടിക്കിടക്കുക. ആരും അങ്ങനെ അയക്കുന്നില്ല കാര്യമായിട്ട് ഉദ്യോഗസ്ഥന്മാർ. കാര്യം എന്താ? ഇവരറിഞ്ഞു പോകുമല്ലോ. ഇതങ്ങനെ പെട്ടെന്ന് അയക്കുന്നില്ല. വന്ന കള്ളാസലാണ് വെക്കുക. ഇവരറിയുമല്ലോ. അറിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി സമരം ഉണ്ടാവും. ഇത് ഭയന്നിട്ടാണ് ഈ 30 ലക്ഷം 40 ലക്ഷമൊക്കെ തന്നെ ഫയലിൻ്റെ ഉള്ളിൽ മൂടി വെക്കുക. ഇത് നാളെ പുറത്തു വരും. ഫയൽ ഒരു കാലത്ത് മൂടി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇങ്ങനെയുള്ള ഈ കാലങ്ങളിൽ ഉണ്ടാക്കിയ ഈ രീതിയിലുള്ള കരിനിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഫൈൻ അത് അദാലത്ത് വെച്ച് പരിഹരിക്കണം. അത് റോയൽറ്റീൻ്റെ ഒരരട്ടി എടുത്തോട്ടെ, 75,000 ഒരരട്ടി എടുത്തോട്ടെ, 1.5 ലക്ഷം. ആ അദാലത്ത് വെച്ച് കഴിഞ്ഞ് ഇതുപോലെയുള്ള വൻകിട ഫൈനുകൾ അദാലത്ത് വെച്ച് പരിഹരിക്കണം. എന്നാൽ മാത്രമേ ഇവിടെ മുമ്പോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ആത്മഹത്യകളുണ്ടാവും. സംസ്ഥാന പ്രസിഡന്റ് നാരായണൻ കൊളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് സുധാകര പൂജാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ വിനോദ് കുമാർ, BMS ജില്ലാ സെക്രട്ടറി ബാബു മാവുങ്കാൽ, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുനൻ തായലങ്ങാടി, K സുകുമാരൻ നായർ, ഹരീഷ് ഷെട്ടി, സുരേഷ് പെരിയ, ഗോപാലകൃഷ്ണൻ, ചന്ദ്രൻ അരിഞ്ഞാൽ, മോഹനൻ, അനിൽ, രഞ്ജിത്ത്, മൊയ്തീൻ കൊമ്പള, രജി മാത്യു, സത്യൻ ഉപ്പള എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഹുസൈൻ ബേർക്ക സ്വാഗതവും വിശ്വംഭരൻ ചെറുവത്തൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെളിഞ്ചയിലുണ്ടായ ചുഴലിക്കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. AUPS വെളിഞ്ച സ്കൂളിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയും ഹാളുമാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ശക്തമായ ചുഴലിക്കാറ്റുണ്ടായത്. അവധി ദിവസമായതിനാൽ വൻ അപകടം ഒഴിവായി. ഇതോടെ 5 ക്ലാസ് മുറികളിലെ പഠനം നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. സ്കൂളിന് തിങ്കളാഴ്ച അവധി നൽകി. കാലപ്പഴക്കം കാരണം ധ്രുവീകരണമേറ്റ മേൽക്കൂരയും മതിലുമാണ് സ്കൂൾ കെട്ടിടങ്ങളുടേത്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള പണികളൊന്നും കാര്യമായ വിധത്തിൽ നടത്തിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. സ്കൂളിന്റെ കെട്ടുറപ്പ് മതിയായ രൂപത്തിൽ സംവിധാനം ചെയ്യാതിരുന്നതും അപകടത്തിന് കാരണമായി. പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ പകുതിയും മുൻവശത്തെ ഏച്ചുകെട്ടിയ ഷീറ്റുമാണ് തകർന്നത്. ജില്ലാ പഞ്ചായത്ത് റോഡ് കയ്യേറി നിർമ്മിച്ച മതിലും അപകട ഭീഷണി ഉയർത്തുന്നു.
LKG മുതൽ 5ാം തരം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് സ്കൂളിലുള്ളത്. 1980-ലാണ് മലയാളം മീഡിയം ആരംഭിച്ചത്. സ്കൂൾ കെട്ടിടങ്ങളിൽ അധികവും പൂർണ്ണമായി പുതുക്കി പണിയാത്ത രൂപത്തിൽ കാലപ്പഴക്കമുള്ളതാണെന്നും പറയപ്പെടുന്നു. ജില്ലാ പഞ്ചായത്ത് റോഡായ പൊടിപ്പള നാട്ടക്കൽ പാത കയ്യേറി നിർമ്മിച്ച സ്കൂൾ കോമ്പൗണ്ടും അപകട ഭീഷണിയിലാണ്. കെട്ടിടം തകരാൻ മാത്രമുള്ള ശക്തമായ കാറ്റ് മറ്റിവിടങ്ങളിൽ ഉണ്ടായതായി വിവരമില്ല. മതിയായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താത്തതിന് അധികൃതർ മാനേജ്മെന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും രക്ഷിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. അന്യം നിന്ന് പോകുന്ന ടൈപ്പ് റൈറ്റിംഗ് തൊഴിലിനെ തൻ്റെ ജീവിത താളമാക്കുകയാണ് കുമ്പള സ്വദേശി ശ്യാമഭട്ട്. കോടതി കാര്യങ്ങളിലുള്ള മികച്ച പ്രാവീണ്യമാണ് ഇദ്ദേഹത്തിൻ്റെ സവിശേഷത. പകരം വയ്ക്കുവാൻ ആളില്ലാത്തതിനാൽ കാസർഗോട്ടെ അഭിഭാഷക ഓഫീസിൽ തൻ്റെ 71ാം വയസ്സിലും കർമ്മനിരതനാണ് ശ്യാമഭട്ട്. മനീഷ ആമി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയസ്സിലും തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാവുകയാണ് കുമ്പള സ്വദേശി ശ്യാംഭട്ട്. 48 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റെനോ ടൈപ്പിംഗ് എന്ന പ്രവർത്തന മേഖലയുടെ വിശേഷങ്ങളിലേക്ക്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്? അതിനുശേഷം ആരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചു എന്നുള്ളത് പറയാമോ? അത് ഞാൻ 21ാം വയസ്സിൽ നമുക്ക് വീട്ടിൽ ആരും ഉണ്ടായിട്ടില്ല, അമ്മ മാത്രമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്താ ജോലി വേണത്, അങ്ങനെയായിട്ട് ഒന്ന് ജോലിക്ക് വേണമായിട്ട് IV വെട്ടർ അവിടെ പോയിട്ട് ചോദിച്ചു. അപ്പോൾ അയാൾ ക്ലാർക്കായിട്ട് ചേർത്തു. അവിടെ ഞങ്ങൾ ഒരു 5 കൊല്ലമുണ്ട്. പിന്നെ ടൈപ്പിംഗ് സെൻറ്ററിന് പോയി ടൈപ്പ് പഠിച്ചു. അതിന് ശേഷം ഞങ്ങളിപ്പോൾ 5 കൊല്ലമായ ശേഷം LOG റാവു പുതിയ ഓഫീസാക്കി അവിടെ ഞാൻ ടൈപ്പിസ്റ്റായിട്ട് അവിടെ ചേർന്നു. അത് ഇപ്പോൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ജൂനിയേഴ്സാണ് അനന്തരാമ ബാലഗോപാല എന്ന് പറഞ്ഞിട്ട് 2 വക്കീൽമാർ. എൻ്റെ ജൂനിയർ അവർ അവിടെ ടൈപ്പിസ്റ്റായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടുണ്ട്. കമ്പ്യൂട്ടർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. എനിക്ക് തോന്നുന്നു ടൈപ്പ് റൈറ്റിങ്ങിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത് കമ്പ്യൂട്ടറാണെന്ന് തോന്നുന്നു. ഈ സാഹചര്യത്തിലും ടൈപ്പ് റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു കാരണം? അത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പുതിയത് പഠിച്ചിട്ടാണ് അത്രേ. പിന്നെ ഒന്ന് സംഗതി എന്നാൽ ടൈപ്പ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കറണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ടൈപ്പ് അടിച്ചിട്ട് ഫയൽ ചെയ്യാം. നമുക്ക് വലിയ ഇത് വരുന്നില്ല. ഈ കറണ്ട് ഇല്ലെങ്കിൽ വേറെ അത് ഓഫാവും. പിന്നെ പണിയെടുക്കാൻ കഴിയില്ല, ഏത് കിട്ടില്ല. ഇതാണെങ്കിൽ അങ്ങനെയല്ല. ഇത് ഞങ്ങൾ കോപ്പി എടുക്കുക, ഫയൽ ചെയ്യാം. ഫയൽ ചെയ്യുന്നതിൽ ഏത് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയായിട്ട് ടൈപ്പ് മെഷീനാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ പിന്നെ ഉണ്ടാകുന്നത് നോക്കിക്കൊണ്ടുണ്ട്. അതിന് പറഞ്ഞിട്ട് ടൈപ്പ് മെഷീൻ വെച്ചത് ഇവിടെ. സർ, ഈ ഒരു പ്രായത്തിലും സാറിൻ്റെ ഈ തൊഴിലിൽ സജീവമായിരിക്കാനുള്ളൊരു കാരണം? അത് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ റിട്ടയർമെൻറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ അഭിഭാഷകന്മാർക്ക് ഇപ്പോൾ നല്ല പഠിച്ച ആൾക്കാർ കിട്ടില്ല. എന്നിട്ട് ഓരിപ്പോൾ ഞങ്ങൾ വിടുന്നില്ല. ഒരു ഉച്ചവരെയാണ് വന്നിട്ട് ഇനി റെഡിയാക്കിയിട്ട് പോകണമെന്ന് പറയുന്നത്. ഇതെല്ലാം പുതിയ ആൾക്കാരാണ്. ഇന്ന് ഇത് പ്രാക്ടീസിന് വല്ല ഭരണത്തിൽ ശരിയായിട്ട് പിന്നെ തുടങ്ങിയ അത്രേ. പിന്നെ ഓർക്കപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കൊടുക്കാനോ ഇനി ഇതെല്ലാം നോക്കിയിട്ട് ചെയ്യാനെല്ലാം അവർക്ക് ഈസിയാണ്. പിന്നെ അവർ നോക്കണ്ടല്ലേ. അങ്ങനെയായിട്ട് നമ്മൾ ഇപ്പോൾ സജീവമായിട്ട് ഇപ്പോൾ ഇവിടെ പണിയെടുക്കാനും ഒരു വിടുന്നില്ല. ഇപ്പോൾ ഓഫീസിന് നീ നിൽക്കണമെന്ന് പറഞ്ഞു. കോടതിക്കാർ നീ നോക്കിക്കൊണ്ടല്ലോ ഇരിക്കണം. നീ ഇപ്പോൾ റിട്ടയർമെൻറ്റ് എടുക്കണ്ടെന്നേ പറഞ്ഞു എൻ്റെ കയ്യിൽ. അപ്പോൾ റിട്ടയർമെൻറ്റിന് പൈസ കിട്ടുന്നുണ്ട് 4 ലക്ഷം. അതിപ്പോൾ എടുത്തു. ഇനിയിപ്പോൾ ഇത് പണിയെടുക്കുന്നുണ്ട്. ശേഷം ഒരേ വരുന്നുണ്ട്. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാമോ? എനിക്ക് അമ്മ ഉണ്ട്, അച്ഛനില്ല. അച്ഛൻ 6 വയസ്സുണ്ടാകുമ്പോൾ അച്ഛൻ മരിച്ചിന്. അമ്മ ഉണ്ട്. പിന്നെ ഭാര്യയും 2 മക്കളുണ്ട്. ഒരു ആണും ഒരു പെണ്ണ്. ആണിന് എഞ്ചിനീയറായിട്ട് പഠിച്ചിട്ട് റിലയൻസ് ഇൻഡസ്ട്രിയിലുണ്ട്. പിന്നെ പെണ്ണിന് കല്യാണം അയച്ചിട്ട് ഒന്ന് എഞ്ചിനീയറാണ്. ബാംഗ്ലൂരിലുണ്ട്. ഇപ്പോൾ വീട് ഇടുന്നുണ്ട്, താമസിക്കുന്നത്. ഞങ്ങളെ വയസ്സമാറുന്ന 2 ആൾ, അമ്മയും ഭാര്യയും ഞാനും. സ്ഥലം കുമ്പളെ നായിക്കാപ്പ് എന്ന് പറഞ്ഞിട്ട്. അക്ഷരങ്ങളുടെ താളമാണ് ജീവിതത്തിൻ്റെ താളമെന്ന് വിശ്വസിക്കാനാണ് ശ്യാമഭട്ടിന് ഇഷ്ടം. ഇനിയും ഈ മേഖലയിൽ തുടർന്നു പോവാൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്. കോൺഗ്രസ് സേവാദളിന്റെയും ചെറുവത്തൂർ സർദാർ വല്ലഭായ് പട്ടേൽ കലാ സാംസ്കാരിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ പട്ടേൽ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനവും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടത്തി. സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി ഉദ്ഘാടനം ചെയ്തു.
സേവാദൾ ജില്ലാ കമ്മിറ്റിയുടെയും സർദാർ വല്ലഭായ് പട്ടേൽ കലാ സാംസ്കാരിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനവും കിറ്റ് വിതരണവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികവും ആചരിച്ചു. സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി ഉദ്ഘാടനം ചെയ്തു. സേവാദൾ ജില്ലാ പ്രസിഡന്റ് MV ഉദേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KV സുധാകരൻ മുഖ്യാതിഥിയായിരുന്നു. കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് EP കുഞ്ഞബ്ദുള്ള കിറ്റ് വിതരണം നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, ഡോക്ടർ KV ഭാസ്കരൻ, ട്രസ്റ്റ് കൺവീനർ ചിത്രകാരൻ ഡോക്ടർ KV ശശിധരൻ, O ഉണ്ണികൃഷ്ണൻ, KC ജിജോമോൻ, പ്രസാദ് ഒളവറ, മോഹനൻ മുള്ളിക്കേൽ, മീര സുകുമാരൻ, AK പ്രജീഷ്, രാഹുൽ കാടങ്കോട്, രാജൻ പാവൂർ, കൃഷ്ണൻ മയീച്ച, മല്ലക്കര കുഞ്ഞിരാമൻ, C പ്രഭാകരൻ, M ബാബു, ഗിരീശൻ ഇടക്കി, KV കരുണാകരൻ V, അഫ്സൽ ഹാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് LP സ്കൂൾ 78ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ നെല്ലിമരച്ചോടും തേനീച്ചക്കൂടും സ്മരണിക ഗ്രാമചരിത്രമായി. മൈത്താണിയുടെയും പരിസര പ്രദേശങ്ങളുടെയും പ്രാദേശിക പ്രത്യേകതകൾ ഉൾച്ചേർന്നതാണ് 200-ൽ പരം താളുകളുള്ള സ്മരണിക. 7.5 പതിറ്റാണ്ടിലധികമായി നാടിന് അക്ഷരവെളിച്ചം പകർന്നേകിയ മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിന്റെ സമഗ്ര ചരിത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ നെല്ലിമരച്ചോടും തേനീച്ചക്കൂടും സ്മരണിക പ്രാദേശിക ചരിത്രരേഖയായി മാറി. പ്രമുഖ എഴുത്തുകാരുടെയും പ്രാദേശിക പ്രതിഭകളുടെയും 30-ൽ പരം സർഗസൃഷ്ടികൾ സ്മരണികയിലുണ്ട്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. തീർച്ചയായും ഒരു സ്മരണിക ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് പല സ്ഥലങ്ങളിലും സ്മരണികയും വാർഷിക പതിപ്പൊക്കെ ഉണ്ടാക്കണം ആഗ്രഹിക്കും. പക്ഷേ കമ്മിറ്റി തെരഞ്ഞെടുത്ത് അത് അതേപോലെ മടക്കിയത്. ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ സ്വാഗതപ്രസിനോട് സുമാറോട് ചോദിച്ചത് നിങ്ങൾക്ക് ആരായ ഞാൻ ഈ ലിസ്റ്റ് വായിച്ചപ്പോൾ തന്നെ നല്ലൊരു ടീം, പ്രഗത്ഭരായ നല്ല എഴുത്തുകാർ, ഈ രംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന ഒരു പ്രഗത്ഭരായ ഒരു ടീം നിങ്ങൾ കിട്ടിയത് കൊണ്ട് തന്നെയാണ് വളരെ എളുപ്പത്തിൽ ഒരു സ്മരണിക പ്രകാശനം നടത്താൻ വേണ്ടി സാധിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം KV കാർത്യായനി അധ്യക്ഷത വഹിച്ചു. കേരള സാഹിത്യ അക്കാദമി അംഗം EP രാജഗോപാലൻ സ്മരണിക പ്രകാശിതമാക്കി. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ ഏറ്റുവാങ്ങി. സ്കൂളിൽ നിന്ന് ഇത്തവണ LSS പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയ 8 വിദ്യാർത്ഥികളെയും സ്മരണിക രൂപകൽപ്പന ചെയ്ത കുഞ്ഞിരാമൻ കൂലേരിയെയും അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം KV രാധ, ചെറുവത്തൂർ BPO M സുനിൽകുമാർ, സ്കൂൾ മുഖ്യാധ്യാപിക VP ഷാജത്ത്, PTA പ്രസിഡന്റ് VV രാജീവൻ, AV സന്തോഷ് കുമാർ, K ഷീജ, രാജേഷ് കടന്നപ്പള്ളി, K സുകുമാരൻ, PP കരുണാകരൻ, ഉദിനൂർ ബാലഗോപാലൻ, VV ബാലകൃഷ്ണൻ, KV സൗദാമിനി, T സക്കീനത്ത്, K രാജൻ, സപ്ന ഷാജു, T തമ്പാൻ, VV സുരേഷൻ, K പ്രഭേഷ് കുമാർ, V സരിത എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചിന്മയ യുവകേന്ദ്രത്തിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി സൗജന്യ PSC പരിശീലന ക്യാമ്പ് തുടങ്ങി. NA നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. ചിന്മയ മിഷന്റെ യുവജന വിഭാഗമായ ചിന്മയ യുവകേന്ദ്രത്തിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി സൗജന്യ PSC കോച്ചിംഗ് ആരംഭിച്ചു. വിദ്യാനഗർ ചിന്മയ ജന്മശതാബ്ദി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ചിന്മയ മിഷൻ പ്രസിഡന്റ് AK നായർ അധ്യക്ഷത വഹിച്ചു. സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഊർജപ്രസരം ജീവിതത്തിൽ അനുഭവിക്കുന്ന ഘട്ടം യൗവനത്തിലൊരു സുസ്ഥിരത ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് ഭൗതികമായിട്ടൊരു സുസ്ഥിരത ഇല്ലെങ്കിൽ ജീവിതം വളരെ ദുഷ്കരമായിരിക്കും. സുസ്ഥിരത വേണമെങ്കിൽ ഒരു അവശ്യ ഘടകമാണ് സുസ്ഥിരമായിട്ടുള്ളൊരു ജോലി, സർക്കാർ ഉദ്യോഗം. സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുരക്ഷിതത്വം ഉള്ള ജോലിയായിരിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ അത്ര സുരക്ഷിതത്വം വേണമെന്നില്ല. പക്ഷേ സർക്കാർ ജോലിയാണെങ്കിൽ കൂടുതൽ സുരക്ഷിതം. അത്തരത്തിലുള്ള ജോലിക്ക് നിങ്ങളെ തയ്യാറാക്കാൻ. ബ്രഹ്മചാരിണി ദിശ ചൈതന്യ, KC സുനിൽകുമാർ, V നിഖിലേഷ് എന്നിവർ സംസാരിച്ചു. K ബാലചന്ദ്രൻ സ്വാഗതവും P പ്രിയങ്ക നന്ദിയും പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട 50 പേർക്കാണ് പരിശീലനം ലഭിക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. GHSS അങ്കടിമുഗർ സ്കൂളിൽ സംഘടിപ്പിച്ച ചാന്ദ്ര ദിനാഘോഷ പരിപാടി ശ്രദ്ധേയമായി. UP മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. GHSS അങ്കടിമുഗർ UP മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനം സമുചിതമായി ആചരിച്ചു. PTA പ്രസിഡന്റ് ബഷീർ കുട്ടൂടൽ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് വത്സല ടീച്ചർ ചാന്ദ്രദിന സന്ദേശം നൽകി. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരം, പതിപ്പ് നിർമ്മാണം, റോക്കറ്റ് മാതൃക നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു.
കുട്ടികളൊരുക്കിയ ISRO വിക്ഷേപിച്ച റോക്കറ്റുകളുടെ വിവിധതരം മോഡലുകളുടെ പ്രദർശനം ശ്രദ്ധേയമായി. പരിപാടികൾ കുട്ടികൾക്കേറെ കൗതുകകരവും ആനന്ദകരവുമായിരുന്നു. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആദ്യ ചന്ദ്രയാത്ര, ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഇവയെല്ലാം കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബില്ലവ സേവാ സംഘം കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ചൂരിയിലെ ജീവക ആയുർവേദിക് ഫാർമസിയുടെ സഹകരണത്തോടെ ഫാർമസി പരിസരത്തായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി. ബില്ലവ സേവാ സംഘം കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ ആയുർവേദ പരിശോധനാ ക്യാമ്പ് ശ്രദ്ധേയമായി. കാസർഗോഡ് ചൂരിയിലെ ജീവക ആയുർവേദിക് ഫാർമസിയുടെ സഹകരണത്തോടെ ഫാർമസി പരിസരത്തായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബില്ലവ സേവാ സംഘം കാസർഗോഡ് പ്രസിഡന്റ് രഘു ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഹരികാന്ത് ചാലിയാൻ ദീപം തെളിയിച്ചു. പ്രേംജിത്ത് A സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് സർക്കാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീത BAMS ക്യാമ്പിന് നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 മണി വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ സൗജന്യ BP, ഷുഗർ പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ക്യാമ്പ് പ്രദേശത്തെ നിരവധി പേർക്ക് ആശ്വാസമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശ്രീ പതഞ്ജലി യോഗ വിദ്യാഭ്യാസ സമിതി കർണാടക നേത്രാവതി സോൺ മംഗലാപുരം കുഞ്ചത്തൂർ ശ്രീ മഹാലിംഗേശ്വര ശാഖയിൽ ഭാരത് മാതാ പൂജ പരിപാടി നടത്തി. ഗുരുപൂർണിമയുടെ ഭാഗമായാണ് പൂജ സംഘടിപ്പിച്ചത്. ശ്രീ പതഞ്ജലി യോഗ വിദ്യാഭ്യാസ സമിതി കർണാടക നേത്രാവതി സോൺ മംഗലാപുരം കുഞ്ചത്തൂർ ശ്രീ മഹാലിംഗേശ്വര ശാഖയിൽ ഗുരുപൂർണിമയുടെ ഭാഗമായി ഭാരത് മാതാ പൂജ പരിപാടി നടത്തി. ബ്രാഞ്ച് കൺവീനർ ഹേമന്ത് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് താലൂക്ക് കൺവീനർ സുജാത മുഖ്യാതിഥിയായി പങ്കെടുത്ത് പരിപാടിക്ക് ആശംസകൾ നേർന്നു. അനുരാധ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുപ്രീത പരിപാടി വിശദീകരിച്ചു. കുഞ്ചത്തൂർ യോഗാധ്യാപകൻ ശൈലേഷ്, ജനാർദ്ദൻ കുഞ്ചത്തൂർ, ഗണേഷ് പാവൂർ, അനുരാധ തുടങ്ങിയവർ വേദിയിലുണ്ടായിരുന്നു. രജനി കുഞ്ചത്തൂർ സ്വാഗതവും അശ്വത ഹേമന്ത് നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മാനവ സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ ദിശ 2024 എന്ന പേരിൽ ഒക്ടോബറിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിക്കും. വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. മാനവ സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ ദിശ 2024 എന്ന പേരിൽ ഒക്ടോബറിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിക്കും. വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. മുൻ MLAയും മാനവ സംസ്കൃതി സംസ്ഥാന ചെയർമാനുമായ അനിൽ അക്കര സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ശില്പശാല എങ്ങനെ മനോഹരമാക്കണം, ഏതെല്ലാം തരത്തിൽ അത് വിജയിപ്പിക്കാം, എങ്ങനെയൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു ശില്പശാലയാക്കി മാറ്റണം എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ നേരത്തെ തന്നെ അതിൻ്റെ സംഘടനാ ചുമതലയുടെ ഭാഗമായി ഈ യോഗം വിളിച്ചേർത്തിട്ടുള്ളത്. ഇന്നത്തെ ഒരു വർത്തമാന കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാംസ്കാരിക രംഗത്തിൻ്റെ നിരവധിയായ പ്രത്യേകതകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഗുരുതരമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ജനാധിപത്യത്തിനും അതുപോലെ തന്നെ മതേതരത്വത്തിനും സാംസ്കാരിക ലോകത്തിനുമൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ കൃത്യമായി പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള വെല്ലുവിളികൾ നമുക്ക് ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിയും. ജില്ലാ ചെയർമാൻ AK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മാനവ സംസ്കൃതി സംസ്ഥാന ജനറൽ സെക്രട്ടറി M അസ്നാർ, ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത്, അഡ്വക്കേറ്റ് P നാരായണൻ, VV പ്രഭാകരൻ, VV വിജയൻ, MA മുംതാസ്, രാജീവ് മമ്പള്ളി, സൂര്യഗായത്രി, മടിയൻ ഉണ്ണികൃഷ്ണൻ, DM സുകുമാരൻ, സുഗുണൻ ഓരി, അഡ്വക്കേറ്റ് ബിജു ഏലിയാസ് എന്നിവർ സംസാരിച്ചു. PV രാജേഷ് സ്വാഗതവും ദീപേഷ് കുറുവാട്ട് നന്ദിയും പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഉമാ തോമസ് MLA, PK ഫൈസൽ, അനിൽ അക്കര, ഡോക്ടർ ഖാദർ മാങ്ങാട് എന്നിവരെ രക്ഷാധികാരികളായി തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് P നാരായണനെ ചെയർമാനായും M അസ്നാറിനെ ജനറൽ കൺവീനറായും PV രാജേഷിനെ ട്രഷററായും ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്തിനെ പ്രോഗ്രാം കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിക്കര പാക്കം സ്വദേശിനി ശ്രുതി മേലത്ത് രചിച്ച സ്ക്രീൻ പ്രിസൺ എന്ന ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് പ്രകാശനം നിർവഹിച്ചു. പള്ളിക്കര പാക്കം സ്വദേശിനി ശ്രുതി മേലത്ത് രചിച്ച സ്ക്രീൻ പ്രിസൺ എന്ന ചെറുകഥാ സമാഹാരം പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പ്രകാശനം ചെയ്തു. രണ്ടാമത്തെ സന്തോഷം ഇവിടെ ഞങ്ങൾ തമ്മിൽ അതിലൊരു മാന്ത്രികമായ സൗന്ദര്യത്തിൻ്റെ ഒരു ചിരകാല അടുപ്പമുണ്ട്. ചെറിയ കാലമേ സൗഹൃദം തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽ ബന്നുമാഷത്തെ ശബ്ദം കൂടിയിരിക്കുന്ന ഒരുപാട് പേർക്ക് അറിയാം.
ധനവാഷ് മലയാളത്തിൽ കഥാശ്വാസം എന്ന പേരിൽ സിനിമാ നടനാണ്, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ട് സംവിധാനം ചെയ്ത്, അതൊക്കെ വേറെ കാര്യം, ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് ഈ കഥകൾ വായിക്കുകയും കേരളത്തിലെ ഏറ്റവും മാധുര്യവും ഗാംഭീര്യവും നിറഞ്ഞ ശബ്ദത്തിൻ്റെ ഉടമയായിരിക്കുകയും ചെയ്യുന്ന ഒരാളെ ഈ വേദിയിൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. പാക്കം സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ ശ്രീധരൻ മാസ്റ്ററുടെ അവതരണത്തിൽ ശ്രീഹിത രാജേഷിന്റെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയ യോഗത്തിൽ PTA പ്രസിഡന്റ് ദാമോദരൻ നായർ സ്വാഗതം പറഞ്ഞു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ അധ്യക്ഷത വഹിച്ചു. നടനും സംവിധായകനും അവതാരകനുമായ ബന്ന ചേന്തമംഗല്ലൂർ പുസ്തക പരിചയം നടത്തി. പാക്കം സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് പ്രിയേഷ്, ഹെഡ് മാസ്റ്റർ M. ഗിരീശൻ, മുൻ അധ്യാപകൻ ഫൽഗുണൻ മാസ്റ്റർ, പള്ളിക്കര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ KV, വാർഡ് മെമ്പർ രാധിക TV, SMC ചെയർമാൻ T. കുമാരൻ, സഹൃദയ കൺവീനർ രാജൻ ആലക്കോട് എന്നിവർ സംസാരിച്ചു. ശ്രുതി മേലത്ത് മറുപടി പ്രസംഗം നടത്തി. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കാസർഗോഡ് ജില്ലാതല സ്കോളർഷിപ്പ് ക്യാഷ് അവാർഡ് വിതരണ ചടങ്ങ് കാഞ്ഞങ്ങാട്ട് നടന്നു. കുന്നുമ്മൽ NSS ഹാളിൽ ക്ഷേമ ബോർഡ് ഡയറക്ടർ തോമസ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കാസർഗോഡ് ജില്ലാതല സ്കോളർഷിപ്പ് ക്യാഷ് അവാർഡ് വിതരണ ചടങ്ങ് കാഞ്ഞങ്ങാട്ട് നടന്നു. ചെത്തുതൊഴിലാളികളുടെ മക്കളിൽ SSLC പരീക്ഷയിൽ ജില്ലാതലത്തിൽ 1-ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 2-ാം സ്ഥാനവും നേടിയ അഞ്ജന, ഏറ്റവും കൂടുതൽ വേതനം വാങ്ങിയ ചെത്തുതൊഴിലാളി ആറ്റിപ്പിൾ സുകുമാരൻ എന്നിവരെ അനുമോദിച്ചു. കുന്നുമ്മൽ NSS ഹാളിൽ ക്ഷേമ ബോർഡ് ഡയറക്ടർ തോമസ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട അവാർഡ് ജേതാക്കളെ, സംസ്ഥാന തലത്തിൽ 2-ാം സ്ഥാനം നേടിയ അഞ്ജന, അതുപോലെ തന്നെ ജില്ലയിൽ വിവിധ രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കള്ളറന്ന ഇടതൊഴിലാളികളുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സർവീസുള്ള ആറ്റിപ്പിൾ സുകുമാരേട്ടനുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൽ അതുപോലെ തന്നെ SSLC പിന്നെ +2 ഏറ്റവും കൂടുതൽ A+ കിട്ടിയ കുട്ടികൾ. ക്ഷേമ ബോർഡ് ഡയറക്ടറായ ബിനു VK അധ്യക്ഷത വഹിച്ചു. DV അമ്പാടി, M. അരവിന്ദൻ, ബാലകൃഷ്ണൻ, M. കരുണാകരൻ, KV മധു എന്നിവർ സംസാരിച്ചു. T. കുട്ട്യൻ നന്ദിയും പറഞ്ഞു. വാട്സാപ്പ് കൂട്ടായ്മയായ പയസ്വിനി തയ്യാറാക്കിയ പുസ്തകം ഏതൻസ് മുതൽ പാരീസ് വരെ പ്രകാശനം ചെയ്തു. ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ മാത്രം സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചതാണ് പുസ്തകം. കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെയും മുൻകാല ജീവനക്കാരുടെയും വാട്സ്ആപ്പ് കൂട്ടായ്മയായ പയസ്വിനി തയ്യാറാക്കിയ പുസ്തകം ഏതൻസ് മുതൽ പാരീസ് വരെ പ്രകാശനം ചെയ്തു. ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ മാത്രം സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചതാണ് പുസ്തകം. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KV അനൂപ് പ്രകാശനം നിർവഹിച്ചു. PV ജിതിൻ പുസ്തകം ഏറ്റുവാങ്ങി. പുസ്തക പ്രകാശനത്തിന്റെ പുസ്തക പരിചയപ്പെടുത്തലിന്റെ സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള സുരേഷ് സാർ സൂചിപ്പിച്ചതുപോലെ വളരെ സർവതല സ്പർശിയായിട്ടുള്ള എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള വ്യത്യസ്ത മേഖലകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള വളരെ നല്ല ഒരു പുസ്തകമായിരിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളുടെ ഈ സർഗാത്മകതയെയും നിങ്ങളുടെ ഈ ഒരു ക്രിയേറ്റീവ്നെസ്സിനെയും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നേരത്തെ ഇവിടെ നിങ്ങളുടെ അധ്യക്ഷൻ പ്രസംഗിച്ചതുപോലെ ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉള്ള ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാം. KP സുനിൽകുമാർ പുസ്തക പരിചയം നടത്തി. പയസ്വിനി അഡ്മിൻ MP ഹരി അധ്യക്ഷത വഹിച്ചു. EK രോഹിത് സ്വാഗതവും T. പ്രമോദ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെങ്കൽ ക്വാറിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം. കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് വെളിഞ്ചയിൽ ശക്തമായ ചുഴലിക്കാറ്റ്. സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. ടൈപ്പ് റൈറ്റിംഗ് തൊഴിലിനെ ജീവിതതാളമാക്കി കുമ്പള സ്വദേശി ശ്യാമഭട്ട്. കോടതി കാര്യങ്ങളിലുള്ളത് മികച്ച പ്രാവീണ്യം. 71-ാം വയസ്സിലും കർമ്മനിരതൻ. തൃക്കരിപ്പൂരിൽ പട്ടേൽ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനവും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടത്തി. സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി ഉദ്ഘാടനം ചെയ്തു. സുവർണ ജൂബിലി ആഘോഷം. ചിന്മയ യുവകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ PSC പരിശീലന ക്യാമ്പ് തുടങ്ങി. NA നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു.
ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.